പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡായ മേപ്പാടത്ത് മത്സരിക്കുന്ന NDA BJP സ്ഥാനാർത്ഥിയായ ഡോക്ടർ അഡ്വക്കേറ്റ് ഗോപകുമാറിന്റെ പ്രചരണ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. മേപ്പാടം മൈത്രി നഗറിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സുകളാണ് രാത്രിയുടെ മറവിൽ നശിപ്പിക്കപ്പെട്ടത്. തങ്ങളുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചതിന് പിന്നിൽ LDF പ്രവർത്തകരോ മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ആളുകളോ ആയിരിക്കാമെന്ന് ഡോക്ടർ ഗോപകുമാർ ആരോപിച്ചു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ 6-ാം വാർഡിലെ ചേലക്കര പഞ്ചായത്തിലെ 6-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഡോക്ടർ ഗോപകുമാറാണ് സംസാരിക്കുന്നത്. ഇന്നലെ നടന്നൊരു സംഭവമാണ്. ഞാൻ എല്ലാം നല്ലവരായ നാട്ടുകാരെ കണ്ട് അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നേടി വളരെയധികം ഭംഗിയായി എൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതീവ ഒരു വളരെ മോശവും ക്ലേശകരമായ ഒരു സംഭവം ഇതിൽ നടന്നിരിക്കുന്നു. നിങ്ങൾക്കത് കാണാം, നിങ്ങൾക്കത് വീക്ഷിക്കാം. എൻ്റെ ഫ്ലക്സ് വളരെ മോശമായിട്ട് വലിച്ച് കീറി അതിൻ്റെ നമ്മുടെ ലോഗോ എല്ലാം പറിച്ചെടുത്തിരിക്കുന്നു. അത് നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടിയുടെ ഭീതി കൊണ്ടായിരിക്കാം, അവർക്ക് ഭയം തോന്നിത്തുടങ്ങി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ആൾക്കാരുടെ മനസ്സിലുള്ളത്. നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കണം. ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വന്നപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ എല്ലാ ഡെവലപ്മെൻറ്റ്സിനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വേറെ ഒന്നും തന്നെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ എൻ്റെ ഫ്ലക്സ് ഈ രീതിയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അതിൻ്റെ മറുപടി തരുമെന്ന് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നു. നിങ്ങളത് കൊടുക്കണം, അത് നിങ്ങൾ കാണണം, നിങ്ങൾ ചെയ്യണം. ഫ്ലക്സുകൾ നശിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്ന് ചേലക്കര പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുന്നത് സംബന്ധിച്ച് മുൻ ദിവസങ്ങളിലും ചേലക്കരയിൽ പരാതി ഉയർന്നിരുന്നു. നേരത്തെ UDF സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സുകൾ നശിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും തുടർന്ന് ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചരണത്തിന്റെ ചൂടേറുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പകപോക്കലുകളും വർദ്ധിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് ദോഷകരമാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് ശക്തമായ നടപടിയെടുക്കണമെന്നുമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. തീർച്ചയായിട്ടും ഞാൻ ഓപ്പോസിഷൻ പാർട്ടിയിൽ സ്വതന്ത്രന്മാരുണ്ട്. LDF ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വതന്ത്രന്മാരായിരിക്കാം. പിന്നെ സ്വതന്ത്രന്മാർ ഒത്തിരി പേരുണ്ടല്ലോ, അവരൊക്കെ എനിക്ക് സംശയിക്കാൻ ഇടയുണ്ട്. അവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ടാവാം. എൻ്റെ ഒരു കാൻഡിഡേച്ചർ ഇവർ എല്ലാവർക്കും ഒരു ഭയഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് അവർക്കൊരു വിഷയം. അത് പോലീസിൽ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ആ പോലീസിൽ പരാതി അവർ അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു തീർച്ചയായിട്ടും തന്നെ ഒരു ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു ഇത് വളരെ മോശമായി സംഭവിച്ചത്, വളരെ മോശമായി, എന്തായാലും നമ്മൾ അതിന് ഫർദർ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. CCV ന്യൂസ്, ചേലക്കര.